കൂടുതൽ കാര്യങ്ങൾ എനിക്കൊന്ന് എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് പറയാവുന്നതാണ്. നമ്മൾ പറഞ്ഞ ട്രെയിലറിലും മറ്റൊക്കെ കണ്ടതിന് മുമ്പൊക്കെ ഇന്റർവ്യൂകളിലൊക്കെ പറഞ്ഞതുപോലെ സുരാജ് ഏട്ടൻ്റെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ബിനു അഴിഞ്ഞാട്ടമാണ് ED എന്നുള്ളതാണ് ഏറ്റവും ചുരുക്കി പറയാനുള്ളത്. അതുപോലെ ഒരു 13 സിനിമകളിലൊക്കെ അഭിനയിച്ച സുരാജ് ഏട്ടൻ ആദ്യമായിട്ട് നിർമ്മിക്കാൻ പോകുന്ന സിനിമയാണ്. അപ്പൊ തീർച്ചയായും സുരാജ് ആദ്യമായിട്ട് ഒരു സിനിമ നിർമ്മിക്കുമ്പോൾ ഈ ഒരു ചിത്രം തെരഞ്ഞെടുത്താൽ തീർച്ചയായും ഒരു പ്രത്യേകത ഉണ്ടാവും അല്ലെ? അപ്പൊ എന്താണ് ആ ഒരു പ്രത്യേകത? അത് ഇതിന്റെ ഉത്തരം പറയേണ്ട സുരാജ് ഏട്ടൻ പേരും പറയുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ സുരാജ് ഏട്ടൻ ഇങ്ങനെ 250 അല്ലെങ്കിൽ 300 സിനിമ ചെയ്ത ഒരാൾ ഈ സിനിമ തെരഞ്ഞെടുക്കുന്നു, അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രൊഡക്ഷൻ എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ പ്രത്യേകത. സംവിധായകൻ ശ്രീ ആമിർ പള്ളിക്കൽ. വളരെയധികം സന്തോഷം. ഞങ്ങളിങ്ങനെ ഒരു കൊച്ചു സിനിമ ഞങ്ങൾ പ്രേക്ഷകരുടെ അടുത്ത് നല്ല രീതിയിൽ എത്തിക്കാനായിട്ടുള്ള എല്ലാവിധ ഡ്രാമകളും കളിക്കാന്നുള്ളത് സുരാജ് ഏട്ടൻ്റെ ഒരു ഐഡിയ ആണ്. അപ്പൊ അതുകൊണ്ടിട്ട് ഏതൊക്കെ വേഷത്തിൽ വന്നു കഴിഞ്ഞാലും ഈ പടത്തെ ആളുകളുടെ ഇടയിലേക്ക് നോട്ട് ചെയ്യിക്കുക. ഇങ്ങനെ ക്രിസ്മസിന് ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട്, പല ഭാഷകളിലുള്ള സിനിമകൾ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒപ്പം വരുന്ന ഒരു സിനിമയാണ് ED എന്നുള്ള സിനിമ. അപ്പം ED എന്ന് പറയുന്ന കൊച്ചു സിനിമ ഒരിക്കലും നിരാശപ്പെടുത്തുന്നില്ല എന്നുള്ള പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ ഇങ്ങനത്തെയുള്ള കൊച്ചു കൊച്ചു ഡ്രാമയ്ക്കൊക്കെ മുതിർന്നത്. എനിവേ വളരെയധികം സന്തോഷം. സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു ലാസ്റ്റ് പ്രൊമോഷൻ പരിപാടിയാണ് ഇന്ന് ഇവിടെ നടക്കുന്ന ഈ പ്രസ് മീറ്റ് എന്ന് പറയുന്നത്. സോ വളരെയധികം സന്തോഷം. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ എല്ലാവരും കൂടെ ഇതിന്റെ വിവിധതരം ഇന്റർവ്യൂകളും പ്രൊമോഷൻ പരിപാടികളിലെല്ലാം പോയി അവിടെ എവിടെയൊക്കെ ആയിട്ട് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പറ്റുന്ന ആർട്ടിസ്റ്റുകളെല്ലാം പോയി പങ്കെടുക്കുകയും ഞങ്ങൾ ഇങ്ങനെ ഒരു സിനിമ വരുന്നുണ്ടെന്നുള്ള ഒരു കാര്യം എല്ലാവരെയും മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രൊഡക്ഷൻ ഹൗസായ മാജിക് ഫ്രെയിംസിന്റെയും വിലാസിനി സിനിമാസിന്റെയും ഒരു തോന്നൽ. അത് ഞങ്ങൾ നല്ല രീതിയിൽ നിർവഹിച്ചിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ സിനിമ ARM എന്ന് പറയുന്ന സിനിമ ഒരു വലിയ ഹിറ്റായി മാറി, ഒരു വലിയ ക്യാൻവാസിലുള്ള സിനിമയാണ്. അപ്പോൾ ഈ ഒരു കൊച്ചു സിനിമ ഒരു വലിയ സിനിമയായി മാറുമെന്നുള്ള ഒരു ബോധ്യം, പൂർണ്ണമായ ബോധ്യം ഞങ്ങൾക്ക് ഉള്ളിലുണ്ട്. ഇനി എല്ലാവരും സംസാരിക്കാനായിട്ടുണ്ട്. ഈ രാവിലെ ഇവിടെ വന്ന എല്ലാ മാധ്യമ പ്രവർത്തകർക്കും നന്ദി പറയുന്നു. താങ്ക് യു. ഡീസന്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ആരും വിശ്വസിക്കണില്ല. അപ്പോൾ നമ്മളെല്ലാവരും കോർട്ട് വിട്ടുകൊണ്ട് ഇന്ന് പോരാന്ന് കരുതി. എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും സ്വാഗതം, നന്ദി. രാവിലെ തന്നെ എത്തിയതിൽ പറഞ്ഞ പോലെ നേരത്തെ ആമിറിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ വിലാസിനി സിനിമാസും കൂടെ ചേർന്ന് നിർമ്മിക്കാനായിട്ട് ഒരു കാരണം. അത് ശരിക്കും ആമിർ വന്ന് ഈ കഥ എന്നോട് ഫസ്റ്റ് അതിൻ്റെ ഒരു ചെറിയൊരു രൂപം പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ കഥയും കഥാപാത്രവും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇത് പറയേണ്ടതാണെന്ന് തോന്നി. ഇപ്പോൾ തന്നെ ചോദിച്ചു പ്രൊഡ്യൂസർ കൂടെ ഉണ്ടോ, ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് നിർമ്മിക്കുകയാണ്. എന്തായാലും വളരെ മനോഹരമായി വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. പിന്നെ സൈക്കോ ആണെന്ന് ചോദിച്ചു അല്ലേ? ഇത് സൈക്കോ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ പറ്റില്ല. അതായത് ഓരോ മനുഷ്യരുടെയും ജീവിത സാഹചര്യമാണ് അവരുടെയൊക്കെ മാനസിക നില ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ സിനിമ കാണുമ്പോൾ ഇങ്ങനെ സൈക്കോ ആണെന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. പിന്നെ ആരും പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ. പെർഫെക്റ്റ് മാൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ലല്ലോ. അതായത് എല്ലാ മനുഷ്യരിലും അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ഉണ്ട്. അതിന്റെ ഹൈ അല്ല, ചിലപ്പോൾ ലോ രൂപം എന്ന് പറയുന്ന വലിയൊരു വൃത്തികെട്ട അവസ്ഥയാണ്. ആ അവസ്ഥയെ ചിലപ്പോൾ നമുക്ക് സൈക്കോ എന്നൊക്കെ പറയാം, തോന്നിപ്പിക്കാം. എന്തായാലും ഈ സിനിമയിലെ പ്രൊഡ്യൂസറാണ്, അതുപോലെ നായകനാണ്. ഏത് റോളാണ് എളുപ്പം? എനിക്ക് എളുപ്പം ആക്ടിങ് തന്നെയാണ്. മറ്റേത് ഞാൻ നോക്കേണ്ടി വന്നില്ല, ഞാൻ പയ്യനെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ. അപ്പൊ എന്തായാലും സുരാജന്റെ ഒരുപാട് ക്യാരക്ടേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ സൈക്കോ ബിനു എന്താണ്? സൈക്കോ എന്ന് തോന്നിപ്പിക്കുന്ന ബിനു എന്താണ് ബിനുവിന്റെ ഒരു പ്രത്യേകതയാണ് ഞാൻ പറയുന്നത്. ആ ഒരു ജീവിത സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ ആരുടെ മനസ്സിൽ മാറുന്ന സമയത്ത് സൈക്കോ ആണെന്ന് തോന്നാം എന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ അതെ, ഗെറ്റപ്പ് എല്ലാം പുതിയ ഗെറ്റപ്പാണ്. പിന്നെന്താ, ഒരു 2 അപ്പിയറൻസ് ഉണ്ട്, നിങ്ങൾ അതിൽ കണ്ടുപോലെ തന്നെയാണ്. പിന്നെ മനോഹരങ്ങളായ പാട്ടുണ്ട്, ഒരു 6 പാട്ടുണ്ട്. 2 ബിഗ് സോങ് ആണ്, 4 എണ്ണം മുഴുനീളമായിട്ടുണ്ട്. ഭയങ്കര രസമുള്ളതാണ്. അങ്കിത് മേനോൻ തകർത്തിട്ടുണ്ട്. താങ്ക് യു അങ്കിത്. വേറെന്താ?
ഇതിന്റെ കഥ കൂടുതൽ പറയാൻ പറ്റില്ല. ശരിക്കും ഒരു കുടുംബത്തിൽ നടക്കുന്ന പറഞ്ഞ പോലെ ഉള്ള ഒരു കഥയാണ്. അത് സിറ്റുവേഷൻ വൈസ് ഉള്ള ഹ്യൂമറാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ സിനിമ കാണുമ്പോൾ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. അവസാനം നിങ്ങൾ ചിരിച്ച് ഹാപ്പി ആയിട്ടായിരിക്കും ഇറങ്ങുന്നത്. അപ്പൊ ഈ ക്രിസ്മസ് നമ്മുടെ ബിനുവും ഫാമിലിയും കൊണ്ടുപോകും തന്നെ വിശ്വസിക്കാം അല്ലെ? തീർച്ചയായിട്ടും. ഈ എക്സ്ട്രാ ഡീസന്റുകൾ അല്ല, അത് നിങ്ങൾ ഇഷ്ടപ്പെടണം. നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരോടും പറയുക. അതാണ് ഏറ്റവും വലിയ പബ്ലിസിറ്റി. അപ്പൊ താങ്ക് യു വെരി മച്ച് സുരാജേട്ടാ. അല്ല, അത്യാവശ്യം നല്ലൊരു പരിചയം തോന്നുന്നു അല്ലെ? നമ്മുടെ ആസ്ഥാന സൈക്കോ ആയ ഷമ്മിയിൽ നിന്ന് തുടങ്ങി അല്ലെ? എന്താണ് ഈ ക്യാരക്ടറിനെ കുറിച്ച്? എന്തോ സൈക്കോ കഥാപാത്രങ്ങളെ കാസ്റ്റ് ചെയ്യുമ്പോൾ എന്നെ അതിലേക്ക് കൊണ്ടുവരുന്നത് ഒരു ശീലമായി തോന്നുന്നു. ഇപ്പൊ ഇല്ല, അങ്ങനെയല്ല. സുരേട്ടൻ പറഞ്ഞത് ശരിയാണ്. ഇതിനെ അങ്ങനെ നമുക്ക് സൈക്കോ എന്ന് വിളിക്കാൻ പറ്റില്ല. അത് അയാളുടെ ഒരു ക്യാരക്ടറിന്റെ ഭാഗമാണ്. ഐ മീൻ എല്ലാവരുടെയും അതെ, പക്ഷെ ഇത് കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മൾ ഷമ്മി കാണുന്ന പോലെയൊന്നുമല്ല. സുരേട്ടന്റെ കൂടെയാണ് ഇത് രണ്ടാമത്തെ പടമാണ്. നാഗേന്ദ്രൻസിലാണ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തത്. ലിസ്നേറിന്റെ കൂടെ ഡീസന്റ് ആയിട്ട് ഇരിക്കുന്ന കാണുമ്പോൾ എന്തോപോലെ കല്യാണത്തിന് പോലും അതെ, നമ്മളിങ്ങനെ വന്ന് ഈ ഇത്രയും ഇങ്ങനെ ഇരിക്കുന്ന ഈ വൃത്തികേട് കാണുമ്പോൾ നമ്മുടെ വൃത്തികേട് ഒന്നുമില്ല. ഇത് ലിസിന്റെ ഐഡിയ ആയിപ്പോയി. ഒന്നും പറയാൻ പറ്റില്ല. പ്രൊഡ്യൂസർ വാങ്ങിയായിരുന്നോ? ഞാൻ വാങ്ങിയായിരുന്നു, ചോദിച്ചു മേടിക്കായിരുന്നു. അതെ, എനിക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മളെ കണക്കൊന്നും തീർത്തില്ല. കഴിയട്ടെ സുരേട്ടാ. അതാ ഞാൻ ഇങ്ങനെ ഉണ്ടാതിരിക്കുന്നത്. പ്രൊഡ്യൂസറിന്റെ ഐഡിയ ആയിപ്പോയി. ഒന്നും പറയാൻ പറ്റില്ല. ഇടണമെന്ന് പറഞ്ഞാൽ കോട്ടിടണം, അത്രേ ഉള്ളൂ. ഗ്രേസ് നല്ല എക്സ്ട്രാ ഡീസന്റ് ആയിട്ടല്ലേ? ആണോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എനിവേ, അമീർക്കാണ് എന്നെ പടത്തിലേക്ക് വിളിക്കുന്നത്. ഞാൻ അമീർക്കയുടെ കൂടെ ഹലാൽ ലവ് സ്റ്റോറി വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഡയറക്ഷൻ ടീമിലുണ്ടായിരുന്നു അമീർക്ക. ഇതിന്റെ റൈറ്റർ ആസിഫ് ഖൈം അതിലുണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഒരു ഗ്രോത്ത് അതിന്റെ കൂടെ വീണ്ടും ഭാഗമാകാൻ പറ്റിയത് ആക്ച്വലി. ക്യാരക്ടർ ഞാൻ സുരാജേട്ടന്റെ സിസ്റ്ററായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പം ഭാര്യയിൽ നിന്നും സിസ്റ്ററിലേക്കാണ് ഇപ്പോ. ഐ മീൻ നാഗേന്ദ്രനിലെ വൈഫായിരുന്നല്ലോ, ഇപ്പൊ സിസ്റ്റർ ആയിട്ടാണ് ഇതിൽ ക്യാരക്ടർ പ്ലേ ചെയ്യുന്നത്. കൂടുതൽ റിവീൽ ചെയ്യാൻ പറ്റത്തില്ല. ആദ്യമായിട്ട് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ രണ്ടാമത്തെ പ്രസ് മീറ്റാണ് പ്രേമലു കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൽ വരുന്നൊരു മേജർ റിലീസും കൂടെയാണ്. ഈ പറഞ്ഞ പോലെ അമരനാണ് വന്നത്. അപ്പോൾ പ്രേമലു കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. എപ്പോഴും നമ്മളൊരു ഹിറ്റ് സിനിമയുടെ ഭാഗമായി കഴിഞ്ഞിട്ട് ആ ക്യാരക്ടർ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്ത് നമുക്ക് തുടക്കം കിട്ടുമ്പോൾ അടുത്തത് നീ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ചോദ്യം ഭയങ്കരമായിട്ട് വരും. നമുക്കും ഭയങ്കര പ്രഷർ വരാറുണ്ട്. അപ്പൊ അങ്ങനെ ഈ കഥകളൊക്കെ കേട്ടിരിക്കുന്ന സമയത്താണ് ആമീർ ബ്രോ വന്നിട്ട് ഈ കഥ പറയുന്നത്. കഥ കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഹുക്കിംഗ് ആയിട്ട് തോന്നിയൊരു കഥയായിരുന്നു. അപ്പൊ എന്തായാലും ഇത് ചെയ്യണം എന്ന് തീരുമാനിച്ച് അങ്ങനെ വേറെ ചില പടങ്ങളായിട്ട് ക്ലാഷ് ഒക്കെ വന്നെങ്കിൽ ഞാൻ ഫൈനലി ഇത് തന്നെ അങ്ങ് ചാടി പിടിച്ചു. എനിക്കിത് ചെയ്യണം എന്നുള്ളൊരു, പ്രത്യേകിച്ച് സുരാജേട്ടൻ്റെ ഒരു പ്രൊഡക്ഷൻ ആയിരുന്നു. ക്രിസ്ത്യൻ ചേട്ടനും ഒരുമിച്ചുള്ള പ്രൊഡക്ഷനാണ്. പിന്നെ ഇപ്പം ഞാൻ മിനിയ മാമിനൊക്കെ നമ്മൾ കൊച്ചിയിലെ മണിച്ചിത്രത്താഴ് കണ്ടപ്പോൾ മുതൽ നമ്മൾ അഡ്മയർ ചെയ്യുന്ന ഒരു ആക്ട്രസ് ആണ്. പിന്നെ ഗ്രേസ് ആണെങ്കിലും സുരാജേട്ടനാണെങ്കിലും ഞാൻ സുരാജേട്ടൻ ഫാൻ ബോയ് ആണ്. ഞാൻ ചെറുതിലെ ഈ പറഞ്ഞ പോലെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് മിമിക്രിയൊക്കെ ചെയ്താണ് തുടങ്ങിയത്. അന്ന് സുരാജേട്ടന്റെ ഷോസ് ഒക്കെ കണ്ടിട്ടാണ് ഞാൻ ഇൻസ്പയർഡ് ആയിട്ട് ആദ്യമായിട്ട് സ്റ്റേജിലേക്ക് കയറുന്നത്. അപ്പോൾ ആ ഒരു ഭാഗ്യം കിട്ടി. സുരാജേട്ടൻ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിലും ഒരു നല്ല റോളിൽ എന്നെ വിളിച്ചില്ല. താങ്ക് യു സോ മച്ച് സുരാജേട്ട. അപ്പോൾ 20-ാം തീയതിയാണ് റിലീസ്. 20-ാം തീയതിയാണ് എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ താങ്ക് യു ചേട്ടാ. ബർത്ത്ഡേക്ക് സ്വന്തമായിട്ട് റിലീസുള്ള നടൻ എന്നുള്ളൊരു റെക്കോർഡും കൂടെ അങ്ങനെ കിട്ടിയിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുക. എനിക്ക് തോന്നുന്നു ഫാമിലി ആയിട്ട് വന്ന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു സിനിമയാണ്. എല്ലാവരുടെയും നല്ല പെർഫോമൻസ് ഉണ്ട്. പ്രത്യേകിച്ച് സുരാജേട്ടൻ്റെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാവരും സുരാജേട്ടന്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. വിനീതേട്ടൻ, സുധീരേട്ടൻ എല്ലാവരും ഉണ്ട്. വിനീതേട്ടനും ഞാനായിട്ടുള്ള നല്ല പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ തിയേറ്ററിൽ കാണുക. എന്നിട്ട് 20-ാം തീയതി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലും നമ്മുടെ പേഴ്സണൽ ഇൻബോക്സിലൊക്കെ പറഞ്ഞ് നമ്മളെ അറിയിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരോടും പറയുക, കാണാൻ പറയുക. താങ്ക് യു സോ മച്ച്. അമരൻ 200 കോടി. അപ്പൊ അതുകൊണ്ടാണ് എന്നെ കാസ്റ്റ് ചെയ്തത് സുരേട്ടൻ പറഞ്ഞു. അവനെ വിളിച്ചോ. അതെ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്.